ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം 6 മരണം. പാസഞ്ചർ ട്രെയിനും ചരക്ക് തീവണ്ടിയും കൂട്ടിയിടിക്കുകയായിരുന്നു. നിരവധി ബോഗികൾ പാളം തെറ്റി. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 6 മരണമാണ് നിലവിലിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ധാരാളം യാത്രികർക്ക് പരിക്കുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് സാഹചര്യം? ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ഖട്നി സെക്ഷനിലാണ് ഈ അപകടം, ദാരുണമായ സംഭവം ഉണ്ടായത്. അതിൽ ഈ കോർബ പാസഞ്ചർ ട്രെയിൻ ഒരു ചരക്ക് തീവണ്ടിയിലേക്ക് പാഞ്ഞു കയറുകയാണ് ഉണ്ടായത് എന്നാണ് കിട്ടുന്ന വിവരം. ലാൽ ഖദൻ ഏരിയ ആ പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു ഈ അപകടമുണ്ടായത്. 6 പേർ മരിച്ചു എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പാസഞ്ചർ ട്രെയിനിന്റെ ബോഗി പലതും പാളം തെറ്റി എന്നുള്ളതും ഇപ്പോൾ വിവരം പുറത്തുവരുന്നു. 6 മരണം ഏറെക്കുറെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സ്ഥലത്തേക്ക് മെഡിക്കൽ ടീം ഉടൻ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകർ, അത് പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ അവിടെ രക്ഷാദൌത്യം ആദ്യഘട്ടത്തിൽ നടന്നു. പിന്നീട് രക്ഷാപ്രവർത്തകർ കൂടുതലായി ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ആ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാവുകയുമാണ്. ഈ ട്രെയിനിന്റെ ബോഗികൾ പാളം തെറ്റിയതും ഈ പാസഞ്ചർ ട്രെയിൻ വന്ന് ഇടിച്ച് ഈ ചരക്ക് തീവണ്ടിയുടെ മുകളിലേക്ക് കയറിയതുമാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 6 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. RPF ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റെയിൽവേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകൾക്ക് വിളിക്കുന്നതിനും ഇതിന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നതിനുമുള്ള ടോൾ ഫ്രീ നമ്പറുകൾ ഇതിനോടകം ഏർപ്പെടുത്തുകയും ചെയ്തു. മനസ്സിലാക്കുന്നത് അപകട കാരണം സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്നും അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. വൈകാതെ തന്നെ ഇതിന്റെ അപകട കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.